ഹലോ ഗായ്സ് വേൾഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മീൻ കറി പൊള്ളിച്ചതാണ് നമ്മൾ ഗായ്സ് വേൾഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊമ്പാനോ ആണ്. ഇത് നമ്മുടെ ആവോലിയുടെ ഒക്കെ ഒരു ടേസ്റ്റുള്ള മീനാണ്, പക്ഷെ കുറച്ചും കൂടി വലിപ്പമുണ്ട് ഇതിന്. ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നല്ല ഡീപ്പായിട്ട് വരഞ്ഞെടുക്കാം. കാരണം നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡും നല്ല ഡീപ്പായിട്ട് വരഞ്ഞെടുക്കാം. ഞാനതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് കുടംപുളി തിളപ്പിച്ച് വറ്റിച്ച വെള്ളമാണ്. അതിനായിട്ട് ഞാൻ 5-6 കുടംപുളി 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കുകയാണ്. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 ടീസ്പൂൺ മാത്രം മതി അതിലൊഴിക്കാനായിട്ട്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ആയിട്ട് വറ്റിച്ചെടുക്കണം. ഇനി ഇതിനകത്ത് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ തേങ്ങാപ്പാലാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിൽ തേച്ച് കൊടുക്കണം. നമ്മൾ മീൻ വറുക്കാനൊക്കെ തേക്കുന്ന പോലെ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരപ്പ് മീനിൽ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അരപ്പ് കുറച്ച് ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു വാഴയിലേക്ക് വയ്ക്കാം. ഈ വാഴയില നന്നായി മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുക്കണം. അതിനുശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റീം ഒന്നും എസ്കേപ്പ് ചെയ്യാതെ ഇതിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഗ്രേവിയും കിട്ടും ഈ മീൻ പൊള്ളിച്ചതിൽ. അപ്പോൾ ഞാനിത് നന്നായി ടൈറ്റായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ബേക്കിംഗ് ട്രേയിലേക്ക് വയ്ക്കുകയാണ്. ഇനി ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓവൻ ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 30 മിനിറ്റ്സിലാണ് ബേക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മീൻ കറി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അതല്ല ഇത് മാത്രമായിട്ട് കഴിക്കണേ അങ്ങനെയും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്.
വീണ്ടും ഒരു വീഡിയോയിൽ ഇനി കാണാം. അതുവരയ്ക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.